നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി LDFിലെ പ്രധാന കക്ഷികളായ CPMും CPIMും തമ്മിൽ ഉടലെടുത്ത രാഷ്ട്രീയ തർക്കങ്ങളും ഭിന്നതകളും കൂടുതൽ രൂക്ഷമായ ഘട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. 3 മാസത്തോളമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഈ വിഷയം ഇരു പാർട്ടികളുടെയും ഉന്നത നേതാക്കൾ പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തിയതോടെ മുന്നണിക്കുള്ളിൽ കടുത്ത അനിശ്ചിതത്വവും രാഷ്ട്രീയ വടംവലിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടപ്പാക്കിയ ഉറച്ച പ്രഖ്യാപനമാണ് നിലവിലെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സഭയിലെ പ്രതിപക്ഷ ഉപനേതൃ പദവി CPMന് തന്നെ ആയിരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട സ്പീക്കർ കൈമാറുന്ന ഔദ്യോഗിക കത്തിൽ CPM നേതാവിന്റെ പേരായിരിക്കും ഉൾപ്പെടുത്തുകയെന്നും അദ്ദേഹം തറപ്പിച്ചു വ്യക്തമാക്കി. ഇത്തരമൊരു ഏകപക്ഷീയമായ നിലപാട് മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPI നേതൃത്വം ഉടനടി ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. CPI ജനറൽ സെക്രട്ടറി D രാജ വിഷയത്തിൽ CPMനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളെ കൂടി ഉൾക്കൊള്ളാനും അവരുടെ ന്യായമായ ആവശ്യങ്ങളെ പരിഗണിക്കാനും വലിയ പങ്കാളിയായ CPM തയ്യാറാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടാനുള്ള CPIയുടെ തീരുമാനം തികച്ചും ന്യായമാണെന്നും ഇത്തരം ആഭ്യന്തര വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നത് ഒഴിവാക്കാൻ പിണറായി വിജയനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ തലത്തിൽ ഇടത് ഐക്യം വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്നും അതിനാൽ ആവശ്യമെങ്കിൽ CPIM ജനറൽ സെക്രട്ടറിയുമായി വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്നും D രാജ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പിണറായി വിജയന്റെ നിലപാടിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായിയുടെ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും ഒട്ടും നിരക്കാത്തതാണെന്ന് വിമർശിച്ച ബിനോയ് വിശ്വം CPIയുടെ ആത്മാഭിമാനത്തിനും രാഷ്ട്രീയ പാരമ്പര്യത്തിനും വിലയിടാൻ ഒരു നേതാവിനെയും അനുവദിക്കില്ലെന്നും മുന്നണിക്കുള്ളിലെ ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കപ്പെടണമെന്നും തുറന്നടിച്ചു. അതേസമയം ബിനോയ് വിശ്വത്തിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളിൽ ഉടൻ മറുപടി നൽകി വിഷയം കൂടുതൽ സങ്കീർണമാക്കേണ്ടതില്ലെന്ന ജാഗ്രതയുള്ള നിലപാടിലാണ് CPM ഉള്ളത്. പരസ്യമായ വാക്പോരിലേക്ക് പോകാതെ സാവകാശം ചർച്ചകളിലൂടെ സാഹചര്യം തണുപ്പിക്കാനാണ് CPM ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇരു പാർട്ടികളുടെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ നടത്തുന്ന നിർണായകമായ ചർച്ചകളിലൂടെ മാത്രമേ മാസങ്ങളായി നീളുന്ന ഈ ഉപനേതൃ പദവി തർക്കത്തിൽ അന്തിമ പരിഹാരമാകാൻ സാധ്യതയുള്ളൂ.